അസ്സാം വലൈക്കും വരഹമത്തുള്ള. എന്താ മക്കളെ വിശേഷം? പറയാത്തല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ ഇന്ന് കിതാബ് ദുറൂസുൽ ഇഹ്സാനിലത്തെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദുറൂസിൽ നമുക്ക് ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണെന്നുള്ള ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കേണ്ടത്. അള്ളാഹു താല ഏകനാണെന്ന് ഒരു മുസ്ലിം ആയിട്ടുള്ള നമുക്ക് വിശ്വാസമുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മള് പൂർണ്ണമായിട്ട് മുസ്ലിം ആവണമെങ്കിൽ അള്ളാഹു താല ഏകനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹു ആണ് എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതാണ് സത്യം. അപ്പം അള്ളാഹു താലയുടെ മഹത്വങ്ങള് പിന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാൾ എന്താണ്? സത്യനിഷേധിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വങ്ങള് ഖുർആനിൽ പറഞ്ഞതും അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ വിശ്വസിക്കേണ്ടതും ഒക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്, നാം അധിവസിക്കുന്ന ഈ ഭൂമിയും നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വിവിധ തരം സൃഷ്ടികളും ഉൾക്കൊള്ളുന്ന ഈ സുന്ദരമായ മഹാപ്രപഞ്ചം സ്വയം ഉണ്ടായതല്ല. അതിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു ശക്തിയുണ്ട്. ചിത്രം ചിത്രകാരനുണ്ടെന്നും പുസ്തകം രചയിതാവുണ്ടെന്നും തെളിവാകുന്നത് പോലെ ഈ മഹാപ്രപഞ്ചം അതിനൊരു ആ, സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാകുമല്ലോ. അതായത് നമുക്കറിയാം, നമ്മളൊരു ബുക്സ് അല്ലെങ്കിൽ ഈവൻ നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്സുകള്, ഇതെല്ലാം പിന്നെ ആ നമുക്കറിയാം അത് ഉണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ട് എന്ന് അല്ലെ. ഒരു ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിത്രം വരച്ച ഒരാളുണ്ടാവും. ഇനി ഒരു പുസ്തകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്യുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് അല്ലെ. ആ ബുക്സുകൾ എഴുതിയ ഒരു വ്യക്തി ഉണ്ടാവും. അപ്പോ ഇതുപോലെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ഒരു സൃഷ്ടാവ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അള്ളാഹുത്താല ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഈ പ്രപഞ്ചം തന്നെയാണ് അള്ളാഹുത്താല ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ്. ഇനി പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ വാഴ്ത്തുന്നു എന്ന് അള്ളാഹു താല പറയുന്നുണ്ട്. സബ്ബഹലില്ലാഹി മാഫിസ് സമാവാത്തി വൽ അർളി വഹുവൽ അസീസുൽ ഹക്കീം. സൂറത്തുൽ ഹദീദിലെ ആയത്താണ്. എന്താണ്? ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിയിട്ടുണ്ട്. അവൻ അജയ്യനും തത്വജ്ഞാനിയുമാണ്. അതായത് അള്ളാഹു താല എല്ലാം അറിയുന്നവനാണ് അല്ലെ. എല്ലാ കാര്യങ്ങളെ കുറിച്ചും പൂർണ്ണമായ അറിവുള്ള വ്യക്തതയുള്ള ആളാണ് അള്ളാഹു താല. അതുപോലെ ഈ ഭൂമിയും ആകാശത്തുമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു താലയെ വാഴ്ത്തുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ പ്രപഞ്ചത്തിന്റെ സ്വാഭാവികതയിൽ നിന്ന് വ്യതിചലിച്ചവനാണ്. ബുദ്ധിയും വിവേകവും ഉള്ളവർ ആരും അവനെ നിഷേധിക്കുകയില്ല. അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അള്ളാഹു താലയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്നല്ലേ അപ്പൊ അത് വരിക. അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സ്വാഭാവികതയിൽ നിന്നും വ്യതിചലിച്ചവനാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലും വിശ്വസിക്കുന്നില്ല അല്ലെ. അപ്പൊ അവരതിൽ നിന്നും വ്യതിചലിച്ച ആളുകളാണ്. ഇനി ഒരു ബുദ്ധിയും വിവേകവും ഉള്ള ഒരാൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാല് ഒരിക്കലും അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയില്ല. ഖുർആനിൽ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അല്ലെ, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്ന്. അപ്പൊ അള്ളാഹു താലയെ കുറിച്ച് ബുദ്ധിയും വിവേകവും ഉള്ള ഒരാൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റില്ല? അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയില്ല. അതുപോലെ അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഇനി അള്ളാഹു താല പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയാവുന്ന പരിശുദ്ധമായിട്ടുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു സൂറത്താണ് അല്ലെ, സൂറത്തുൽ ഇഖ്ലാസ്. നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു സൂറത്ത് കൂടെയാണ്. അപ്പം നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. പറയുക, അവൻ അള്ളാഹു ഏകനാണ്. അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവരുടെയും ആശ്രയവുമാണ്. അവന് സന്താനം ഉൽപ്പാദിപ്പിച്ചവനല്ല, അവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനുമല്ല, അവന് തുല്യമായി ഒന്നുമില്ല. അതായത് നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ
മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും പിന്നെ വന്നിട്ടുള്ള ആളുകളാണ് അല്ലെ. അതുപോലെ നാളെ നമുക്കും കുട്ടികൾ ഉണ്ടാവും. അപ്പോ അതുകൊണ്ടാണ് അള്ളാഹുത്താല എന്താണ്, അങ്ങനെയൊന്നുമല്ല. അള്ളാഹുത്താല അതുപോലെ തന്നെ ഒരാളെയും ആശ്രയിക്കുന്നില്ല. നമ്മളൊക്കെ നമുക്ക് പല കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉള്ളവരെ, നമ്മുടെ ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിനൊക്കെ നമുക്ക് പിന്നെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു താലാക്ക് ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അവൻ സന്താനം ഉൽപ്പാദിപ്പിച്ചവനല്ല, ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനുമല്ല. അതായത് നമ്മളെ പോലെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ വന്നതുപോലെ അള്ളാഹു താല അങ്ങനെയല്ല. അതുപോലെ അവന് തുല്യമായിട്ട് ഒന്നുമില്ല. അള്ളാഹുവിന് തുല്യമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. ഇനി തുല്യ ശക്തിയുള്ള രണ്ട് ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നശിക്കുമായിരുന്നു. അള്ളാഹു താല പറയുന്നു, ലൗ കാന ഫീഹിമ ആലിയത്തൻ ഇല്ലല്ലാഹു ലഫസദത. എന്താണ്, സൂറത്തുൽ അംബിയായിലെ ആയത്താണ്. ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാതെ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ രണ്ടും തകരാറിലാകുമായിരുന്നു. അതായത് ഒരേ ശക്തിയുള്ള രണ്ട് പേരുണ്ടാകുന്ന സമയത്ത് ഒരാൾ ഒരു ശക്തി ഒരു സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ അതേ പവറുള്ള ശക്തി മറ്റൊരാൾ കൂടെ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും അതെന്തില്ല, തുല്യമായിട്ട് പോവുകയില്ല. അവിടെ എല്ലാം നശിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞത്, ആകാശഭൂമികളിൽ അല്ലാതെ ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവ രണ്ടും തകരാറിലാകുമായിരുന്നു. അപ്പൊ ഒരേ ശക്തിയുള്ള രണ്ടാളുണ്ടായി കഴിഞ്ഞാൽ എന്താവും, പ്രപഞ്ചം തന്നെ നശിക്കും. ഇനി നമ്മുടെ സൃഷ്ടാവ് ഏകനായ അള്ളാഹുവാണ്. എല്ലാ വസ്തുക്കളുടെയും പരിപാലകൻ അള്ളാഹുവാണ്. അള്ളാഹുവിനെ മാത്രമേ നാം ഇബാദത്ത് ചെയ്യാവൂ, അല്ലെ. അള്ളാഹു താലയെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 പോയിന്റ്സ് ആണ്. നമ്മുടെ സൃഷ്ടാവ് ആരാണ്? ഏകനായ അള്ളാഹു ആണ്. ഏകനാണ്, അല്ലെ. ഒരിക്കലും അവന് പങ്കുകാരനില്ല. ഇനി എല്ലാ വസ്തുക്കളെയും പരിപാലിക്കുന്നവനും അള്ളാഹു താല തന്നെയാണ്. അതുപോലെ അള്ളാഹുവിന് മാത്രമേ നാം ഇബാദത്ത് ചെയ്യാവൂ. മറ്റൊരാളിലേക്കും നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ പിന്നെ ചെയ്യാൻ പാടില്ല. ഇനി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ ആരുമില്ല എന്നാണ് ഈ കലിമത്തിന്റെ ഉത്തരം. അങ്ങേയറ്റത്തെ ആദരവും വിനയവുമാണ് ഇബാദത്ത്. പ്രത്യേകം ശ്രദ്ധിക്കണേ, അങ്ങേയറ്റത്തെ ആദരവും വിനയവുമാണ് ഇബാദത്ത്. ഉണ്ടായിരിക്കൽ അനിവാര്യമായ മറ്റൊരാൾ ഉണ്ടെന്ന്, ഇബാദത്തിന് അർഹനായ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാൾ ഉണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക്, അതായത് ബഹുദൈവ വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് നമ്മളെല്ലാവരും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അല്ലെ. അതായത് നമ്മൾ 2 ഷഹാദത്ത് കലിമ, അല്ലെ. ഒരു മുസ്ലിമിന് നമ്മൾ ഇസ്ലാം കാര്യങ്ങളിലൊക്കെ ആദ്യം പഠിക്കുന്നത് എന്താണ്? 2 ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് മൊയ്യുക എന്നുള്ളതാണ്, അല്ലെ. ഇനി അള്ളാഹു താല അല്ലാതെ വിവാദത്തിന് അർഹനായിട്ട് മറ്റാരുമില്ല എന്നതാണ് ഈ കലിമത്തിന്റെ അർത്ഥം. എങ്ങനെ അതുപോലെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങേയറ്റത്തെ ആദരവും വിനയവുമാണ് ഇബാദത്ത്. ഇനി അതുപോലെ രണ്ടാമത്തേത് നമുക്ക് ഇതിൽ ഈ ഒരു പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് ഇബാദത്ത് എന്താണ്, രണ്ടാമത്തേത് എന്താണ് ഷിർക്ക് എന്നുള്ളത്, അതായത് ബഹുദൈവ വിശ്വാസം എന്താണെന്ന. അതായത് ഉണ്ടായിരിക്കൽ അനിവാര്യമായ മറ്റൊരാൾ ഉണ്ടെന്നോ, ഇബാദത്തിന് അർഹനായി അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാൾ ഉണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക്. എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാല്? ഉണ്ടായിരിക്കൽ അനിവാര്യമായ മറ്റൊരാളുണ്ടെന്നോ, ഇബാദത്തിന് അർഹനായി അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാളുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക്. അപ്പൊ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ഇബാദത്ത് എന്താണ്, രണ്ടാമത്തത് എന്താണ് ഷിർക്ക് എന്നുള്ളത് കേട്ടോ. ഇനി അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, ശക്തി തുടങ്ങിയ ഏതെങ്കിലും വിഷയങ്ങളോട് തുല്യമായി സൃഷ്ടികളിൽ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ഷിർക്ക് തന്നെയാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ബഹുദൈവ വിശ്വാസത്തിലെ അള്ളാഹിനെ പോലെ മറ്റൊരാള് ഇബാദത്തിന് അർഹനായിട്ട് മറ്റൊരാളുണ്ട് എന്ന് വിശ്വസിക്കൽ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഷിർക്കിൽപ്പെട്ട മറ്റൊന്നാണ് അള്ളാഹുവിന്റെ കഴിവുകളായിട്ട് കേൾവി, കാഴ്ച, അറിവ്, ശക്തി തുടങ്ങിയ ഏതെങ്കിലും വിഷയത്തിൽ അള്ളാഹു താലാക്ക് തുല്യമായിട്ട് സൃഷ്ടികളിൽ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ഷിർക്കാണ്. ഇനി അള്ളാഹു താല പൊറുക്കാത്ത മഹാപാപമാണ് ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ഒരിക്കലും പൊറുക്കപ്പെടാത്ത തെറ്റാണ്. ഇനി അൻബിയാ, ഔലിയാ നിന്ന് പ്രകടമാകുന്ന അത്ഭുത സിദ്ധികൾ അവരുടെ സ്വയം കഴിവല്ല.
ഏ? അവർക്ക് അള്ളാഹു നൽകുന്ന കഴിവുകളാണ്. അള്ളാഹു താല നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടികളോട് നാം സഹായം തേടുന്നത് ഷിർക്കിന്റെ ഗണത്തിൽ പെടുകയില്ല. അതായത് നമുക്കറിയാം, അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും ഒക്കെ കറാമത്തുകളും മുഹജിസത്തുകളൊക്കെ ഉണ്ട് അല്ലെ. അതൊന്നും എന്തല്ല, അവരുടെ കഴിവുകളല്ല, പകരം എന്താണ്, അള്ളാഹു താല അവർക്ക് നൽകുന്ന കഴിവുകളാണ് അതെല്ലാം. അള്ളാഹു താല നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തില് സൃഷ്ടികളോട് നാം സഹായം തേടുന്നത് ഷിർക്കിന്റെ ഗണത്തിൽ പെടുകയുമില്ല. അതായത് നമ്മൾ അമ്പിയാക്കളെയും മൗലിയാക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ അള്ളാഹുവിനോട്, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രയാസങ്ങളെ നീക്കി തരണേ എന്നൊക്കെ പറയാറുണ്ട്. അതാണ് പറഞ്ഞത്, അള്ളാഹു താല നൽകിയ അവരുടെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് സഹായം നേടുന്നത് ശിർക്കല്ല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന സത്യം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി നേടി ജീവിക്കാനും കലിമത്ത് തൗഹീദ് ഉരുവിട്ട് മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം വിശ്വസിച്ചുകൊണ്ട്, നമ്മളൊക്കെ അതൊക്കെ വിശ്വസിച്ച ആളുകളാണ് അല്ലെ, ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കാതെ പൂർണ്ണമായും അത് വിശ്വസിച്ച് പിന്നെ കലിമത്ത് തൗഹീദ് ഉരുവിട്ടുകൊണ്ട് തന്നെ മരിക്കാൻ അള്ളാഹു താല നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ ഇത്രയാണ് മക്കളെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇതിലിനി നമ്മുടെ തദ്രീബാത്ത് കൂടെ നമുക്കൊന്ന് നോക്കാം അല്ലെ. ഒന്നാമത്തേത്, ഉത്തരം എഴുതുക. പ്രപഞ്ചത്തിന്റെ സ്വാഭാവികതയിൽ നിന്നും വ്യതിചലിച്ചവൻ ആരാണ്? ആരാണ്? അള്ളാഹു താലയെ നിഷേധിച്ച ആളുകളാണ് അല്ലെ. ഇനി രണ്ടാമത്തത്, തുല്യ ശക്തിയുള്ള രണ്ട് ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എന്ത് സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞേ? അതെ, ഈ ലോകം തന്നെ നശിക്കുമായിരുന്നു. മൂന്നാമത്തേത്, ഇബാദത്ത് എന്നാൽ എന്താണ്? എന്താണ് ഇബാദത്ത്? അങ്ങേയറ്റത്തെ ആദരവും വിനയവുമാണ് ഇബാദത്ത്. ഇനി ഷിർക്ക് എന്നാൽ എന്താണ്? എന്ത് ഷിർക്ക് എന്നാല്? ആ നമ്മള് രണ്ട് ആ, പിന്നെ സെന്റൻസ് പാരഗ്രാഫിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഷിർക്ക് എന്നുള്ളത്. ഏതൊക്കെയായിരുന്നു? ദേ ഇവിടെ മുതൽ, ഉണ്ടായിരിക്കൽ അനിവാര്യമായ മറ്റൊരാൾ ഉണ്ടെന്നോ, ഇബാദത്തിന് അർഹനായ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാൾ ഉണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക്. ഒന്നത്. രണ്ടാമത്തേത് ഏതാണ്? അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, ശക്തി തുടങ്ങിയ ഏതെങ്കിലും വിഷയങ്ങളോട് തുല്യമായ സൃഷ്ടികളിൽ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ഷിർക്ക് തന്നെയാണ്. ഇനി പൂരിപ്പിച്ച അർത്ഥം എഴുതുക. നമ്മുടെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളുമാണ്. അത് നിങ്ങൾ ചാപ്റ്റർ നോക്കിയിട്ട് അതിന്റെ എന്താ വിട്ട ഭാഗം പൂരിപ്പിക്കുക. അതുപോലെ അതിന്റെ അർത്ഥവും എഴുതണം. ഇനി കലിമത്ത് തൗഹീദിന്റെ അർത്ഥം. കലിമത്ത് തൗഹീദിന്റെ അർത്ഥം നമ്മള് നമ്മുടെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കലാണ് നാം. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ ആരുമില്ലെന്നാണ് ഈ കലിമത്തിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് മക്കളെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തദ്രീബാത്ത്. അപ്പൊ ഇൻഷാല്ല നന്നായിട്ട് പഠിക്കുക, നല്ല ഉഷാറായിട്ട് എക്സാമിന് മാർക്ക് വാങ്ങാം കേട്ടോ.